6:30 മണിയായിട്ട് രാവിലെ. ഇന്നിപ്പോൾ ഒരു ഫ്രൈഡേ ആണ്. വ്യാഴാഴ്ചത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇക്കാക്ക് ഇപ്പോൾ രാവിലെ 8 മണിയാകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തും. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് എണീക്കണം. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി എനിക്ക് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് അത് ചായക്ക് വെള്ളം വെച്ചേക്കാണ് കേട്ടോ. ഇന്നലെ രാത്രി, അതായത് തലേ ദിവസം രാത്രി ഞാൻ കിടന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ പാത്രമൊന്നും കഴുകാതെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. പുട്ടും കടലയായിരുന്നു കേട്ടോ. ഞാനത് ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ പുട്ടിൻ്റെ ബാക്കി വരുന്ന പൊടിയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു പാത്രത്തിലാക്കി അടച്ച് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഷെസു എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 9:30 മണിയായിട്ടുണ്ട്. ഇക്കാക്കയും വന്നിട്ടുണ്ട്. ഇക്കാക്ക വന്ന പാടന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാം കഴിച്ച് ഇക്കാക്ക കിടന്നു കേട്ടോ. ഇപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ. അപ്പോൾ ഞാനോടത്ത് നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലഞ്ചിൻ്റെ കാര്യം സെറ്റാവും. അപ്പോൾ ഞാൻ അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നാട്ടോ ഷെസു. അങ്ങനെ ക്ലീനിങ്ങും ബാക്കിയൊക്കെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാനോടത്ത് പുറത്തേക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങാം, കാരണം 2 ദിവസമായിട്ട് ഭയങ്കര തണുപ്പാട്ടോ. എന്താ ചെയ്യേ? എന്തിനു കരയും? എവിടെ പോയി? പുറത്ത് പോയാ? ആര്? മമ്മിയാ? മമ്മി പുറത്ത് പോയിട്ടാ? മമ്മി തുണി ഇടിച്ചിടാൻ പോയതല്ലേ? ഇനി തുണി എടുക്കാൻ മമ്മ കൊണ്ടുപോവാട്ടെ. ഷെസുവിൻ്റെ വാട്ടർ ഗണ്ണ് എവിടെ? ഞാൻ അവനെ വിളിക്കാതെ പുറത്തേക്ക് പോയതിൻ്റെ വാശി കേട്ടോ ഉപ്പാ കിടന്ന് കാണിക്കുന്നത്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ സെറ്റാക്കി വെക്കും. പിന്നെ അവനിക്കിങ്ങനെ ഫോണൊക്കെ കൊടുത്ത് അവനവിടെ സെറ്റാവും കേട്ടോ. ഫോൺ അവൻ അങ്ങനെ കാണാറൊന്നുമില്ല, ജസ്റ്റ് ഓണാക്കി വെച്ചിട്ട് അവൻ്റെ വഴിക്ക് പോകും കേട്ടോ. കളിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വീക്ക്ലി വൺസാണ് ഡ്രസ്സ് വാഷ് ചെയ്യാറ്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിച്ചു വാരുക എന്ന് പറയുന്നത് ഡെയിലി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇക്കാക്ക വന്ന് റൂമിൽ വന്ന് ഉറങ്ങുകയാണ്. അപ്പം ഞാൻ ശല്യപ്പെടുത്തണ്ടെന്ന് കൊടുത്തിട്ട് ഡോർ അടിച്ചിട്ടതാണ്. ഷെസുവിൻ്റെ ഒച്ചപ്പാടും ബോളൊക്കെ ആയിട്ട് ഇവിടെ ഫുൾ ഓളായിരിക്കും കേട്ടോ. അങ്ങനെ വൈകുന്നേരം ഒരു 5:30 ആയപ്പോഴേക്കും ഇക്കാക്കായ എല്ലാം ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റു. ഞാനും ഇക്കാക്കായും ഷെസുവും കൂടി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഷെസുവിൻ്റെ സ്കൂട്ടറായിട്ട്. ഇപ്പം മെയിനായിട്ടും അങ്ങനെ ഇറങ്ങാനുള്ളത് അവനിക്ക് ജസ്റ്റ് ഒന്ന് അതിനകത്തൊന്ന് പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. പക്ഷെ അവൻ ആ പാർക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്കൂട്ടർ അവിടെ ഇട്ടുകൊണ്ട് അവൻ്റെ വഴിക്ക് പിന്നെയും പോകും കേട്ടോ. ഒരു ലോങ് വീഡിയോ, അതും ഒരു ഡേ ഇൻ മൈ ലൈഫ്, അതും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുക എന്നുള്ളത് കുറച്ച് ടഫുള്ള കാര്യം കേട്ടോ. ഷൂട്ട് ചെയ്ത് തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഇക്കാക്കായും ഇല്ല. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ആഗ്രഹപ്പുറത്ത് ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് കുറച്ച് ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഒന്ന് അവോയ്ഡ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എനിക്ക് ഷെസ് ഹബിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ 2-3 മെസ്സേജസ് ഉണ്ടായിരുന്നു. അതായത് കാനഡയിലേക്ക് വന്നപ്പോൾ എക്സ്പെൻസ് എങ്ങനെയാണ് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതെങ്ങനെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വഴുകാതെ ഒരു ലോങ് വീഡിയോ ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർ സ്റ്റോറിൽ വന്നേക്കാണ് കുറച്ച് ഐറ്റംസ്, അതായത് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാനുണ്ട് ഷെസുവിന് കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര അന്വേഷിച്ച് നടക്കുന്ന നടപ്പാണ് കേട്ടോ. വന്നെത്തിയത് ജിഞ്ചർലിയുടെ ഭാഗത്താണ്. ജിഞ്ചർലി ഇവിടുത്തെ ഒരു ഡ്രിങ്ക്സാണ്, നമ്മുടെ പെപ്സിയൊക്കെ പോലത്തെ. പെപ്സിക്ക് ഭയങ്കര അഡിക്ഷനാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് വാങ്ങിയ ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ ഇത്, ജിഞ്ചർലി. ഇപ്പോൾ അതിനും അഡിക്റ്റായി. ഇതിപ്പോൾ ലാസ്റ്റ് ടൈം എന്നുള്ള രീതിക്ക് എടുക്കുന്ന കേട്ടോ. ഇനിയിപ്പോൾ അത് കംപ്ലീറ്റ് ഒഴിവാക്കണം, കാരണം ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഷെസുവും കൂടി കുടിക്കും. അപ്പോൾ അതൊട്ടും ഹെൽത്തിന് നല്ലതല്ലാത്തത് കൊണ്ടും ഞാൻ ലാസ്റ്റ് ടൈം എടുത്തതാന്നുള്ള രീതിക്ക് എടുത്താണ്. മെയിനായിട്ട് ഞാൻ എടുക്കാൻ വേണ്ടി പോയത് പഞ്ചസാര കേട്ടോ. പഞ്ചസാര കിട്ടാതെ ഞാൻ എടുത്തുകൊണ്ട് വന്നത് ജിഞ്ചർലി. അങ്ങനെ ഷെസുവിന് കുറച്ച് സ്നാക്സും കാര്യങ്ങളും എടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ തിരിച്ചു പോണേ. തിരിച്ച് ചെന്നപ്പോൾ തന്നെ ഇക്കാക്കായും ഷെസും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരെടുത്തിട്ട് പഞ്ചസാര, ഞാൻ ആ ജിഞ്ചറിൽ എടുത്തിട്ട് തിരിച്ചു പോകുന്നിട്ടോ. മെയിനായിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പഴവും ആപ്പിളും ഒക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും വാങ്ങിക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. ഗ്രോസറീസൊക്കെ നമ്മൾ അതിന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവം തീർന്നതിന് പിന്നെ ഷെസു എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സ്നാക്സ് കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ അല്ല എന്ന് ഓർത്തിട്ടാണ് നമ്മൾ പിന്നെ എന്തോ ആവട്ടെ എന്ന് ഓർത്തിട്ട് വാങ്ങിക്കാൻ വേണ്ടി വന്നത്. നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് ഷെസുവിൻ്റെ ചെപ്പൽ മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളോർത്ത് ചെപ്പൽ വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് നോക്കിയതാണ്. പക്ഷേ ഷെസുവിന് അത് കണ്ടപ്പോൾ വലിയ ബോധിച്ചില്ല, അതൊന്നും നമ്മളത് എടുത്തില്ല കേട്ടോ. പിന്നെ വാങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ ബില്ല് ചെയ്യുകയാണ്. ഇവിടെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നിയത് സെൽഫ് ബില്ലിംഗ് കേട്ടോ. അപ്പോൾ അത് ചെയ്യുകയാണ് കേട്ടോ. ചെറിയൊരു പർച്ചേസും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. മെട്രോയിലാട്ടോ പോണേ. നമുക്ക് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളെല്ലാം മാത്രം ടഫായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് താമസം. അതുകൊണ്ട് തന്നെ നമുക്ക് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് തന്നെ നേരിട്ട് പോകാമല്ലോ.
ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.